എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മനോഹരമായ പ്രണയാതുരമായ ഒരു വാർത്താ ദിനത്തിലെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ പത്രവാർത്തകളുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഇന്ന് പ്രധാനമായും ഇന്നലത്തെ വാർത്താ ദിനത്തെ പത്രങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി വന്നാൽ, മനോരമ പത്രത്തിൻ്റെ ആദ്യ പേജിലേക്ക് എത്തിയാൽ തലക്കെട്ടിൽ കർഷകരോട് യുദ്ധം എന്നതാണ് ദില്ലിയിലെ കർഷക മാർച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പത്രം ഉപയോഗിച്ചിരിക്കുന്ന ലീഡ്. ദില്ലി ചലോ മാർച്ച് തടഞ്ഞ ഹരിയാന പോലീസ് എന്നതാണ്. കർഷകരെ തടയരുത് എന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞതും പത്രം ആദ്യ പേജിൽ തന്നെ ലീഡ് വാർത്തയെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരാൾക്കൂട്ടം ശംഭു അതിർത്തിയിൽ, അതായത് ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും അതിർത്തിയിൽ, ഈ ശംഭു അതിർത്തിയിലെ ഫ്ലൈ ഓവറിന് മുൻപിൽ തടിച്ചുകൂടിയിരിക്കുന്ന ദൃശ്യവും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ആനയിടഞ്ഞു, ദേശീയപാതയിൽ ഗതാഗതം മുടങ്ങി എന്ന വാർത്തയും ആദ്യ പേജിൽ തന്നെ പത്രം നൽകുന്നുണ്ട്. പന്തളത്തെ PG ശശികുമാർ വർമ്മ അന്തരിച്ച വാർത്തയും പത്രം ആദ്യ പേജിൽ ക്യാരി ചെയ്യുന്നു. ഇന്നലെ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് വളരെ നെഞ്ചിടിപ്പുണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു. ഈ JEE മെയിൻ പരീക്ഷയുടെ ഫലം വന്നു. JEE മെയിൻ പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ജിതിനാണെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാള മനോരമയുടെ പത്രത്തിൻ്റെ ഒരു ലേഔട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഈ പറയുന്ന വാലന്റൈൻ സാന്നിധ്യം കാണാം. മാതൃഭൂമി പത്രത്തിലും അതിൻ്റെ പത്രത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ, പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ, ബാനറിൽ തന്നെ, ഹെഡർ ബാനറിൽ തന്നെ ലവ് ചിഹ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി കാണുന്നത് വളയാൻ കർഷകർ എന്ന വാർത്ത തന്നെയാണ്. മാതൃഭൂമിയും മനോരമയും ദില്ലി ചലോ തന്നെയാണ് പ്രധാനപ്പെട്ട ലീഡാക്കിയത്. വളയാൻ കർഷകർ തടയാൻ സർക്കാർ എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ചർച്ച ചെയ്തുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് നാളെ ചർച്ച നടത്താൻ പോവുകയാണ് സുപ്രീം കോടതി. സാധാരണ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തർ സംസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏജൻസി നമുക്കിവിടെ സുപ്രീം കോടതിയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളവും കേന്ദ്രവും തമ്മിൽ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിലുള്ള ആ ചർച്ച, ആ തർക്കം പരിഹരിക്കുന്നതിനുള്ള ചർച്ച നാളെ നടത്തുന്നത്. കിഫ്ബി മസാല ബോണ്ട് സമൻസിൻ്റെ സമയപരിധി നീട്ടണമെന്ന ഐസക്കിൻ്റെ ആവശ്യം പക്ഷേ അനുവദിച്ചില്ല എന്ന വാർത്ത കൂടി മാതൃഭൂമി പത്രം ആദ്യ പേജിൽ ക്യാരി ചെയ്യുന്നു. മൂന്നാം മോദി സർക്കാർ ഇന്ത്യയെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കും എന്ന് മോദി ഇന്നലെ UAE-യിൽ പ്രസംഗിച്ചതും പത്രം ആദ്യ പേജിലെ ലീഡായി നൽകുന്നുണ്ട്. LDF നൽകിയ പദവികൾ RJD തിരിച്ചു നൽകുന്നുവെന്ന് നമ്മുടെ വാർത്തയുണ്ട്. അതായത് ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് RJDക്ക് ഉണ്ടായിരുന്ന പരിഭവം അവർ ശക്തമാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോടും വടകരയിലുമുള്ള വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക സ്വാഭാവികമായും LDF-നുണ്ടാകും. കുട്ടിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടുമാരെ വിളിച്ചു വരുത്തി മന്ത്രി എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ലോക്സഭയിൽ വലിയ പ്രതികരണമില്ലാത്ത 9 MP-മാരുടെ വാർത്തയും പത്രം കൊടുക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ ലോക്സഭയിൽ 9 MP-മാർ എന്നതാണ് മാതൃഭൂമി കൊടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ദേശാഭിമാനിയിലേക്ക് വന്നാൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കലാണ് പ്രധാനപ്പെട്ട തലക്കെട്ടായി ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. ചർച്ചയ്ക്ക് വഴങ്ങി കേന്ദ്രം എന്നതാണ് ആ വാർത്തയ്ക്ക് ദേശാഭിമാനിയുടെ വാർത്തയുടെ ലീഡും വാർത്തയുടെ കോണും. കർഷകരെ തടഞ്ഞ ഹരിയാന എന്ന വാർത്ത കൂടി ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. അതിർത്തിയിൽ സംഘർഷമുണ്ട് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ പേരുമാറ്റി എന്ന വാർത്ത ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. അതിൽ മികച്ച നവാഗത സംവിധായകന് കൊടുക്കുന്ന പുരസ്കാരം ഇന്ദിരാഗാന്ധി പുരസ്കാരം എന്നറിയപ്പെട്ടിരുന്നത് ഇനി നവാഗത സംവിധായകനെന്നും, അതേപോലെ ദേശീയോദ്ഗ്രഥനത്തിന് കൊടുത്തിരുന്ന നർഗീസ് ദത്തിൻ്റെ പുരസ്കാരത്തെ നർഗീസ് ദത്തിനെ അതിൽ നിന്ന് എടുത്തുമാറ്റിയതുമാണ് പ്രധാനമായിട്ടും പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ ഒരു വാർത്ത ഇന്നിപ്പോൾ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് IT നിയമം പാസ്സാക്കിയതിനു ശേഷം, ഈ ഭേദഗതികളോടുകൂടി IT നിയമം പാസ്സാക്കിയതിനു ശേഷം അത് ആദ്യമായി പ്രയോഗിക്കാൻ പോകുന്നു. ആ IT കരിനിയമം എന്നാണ് പത്രം പറയുന്നത്. ആദ്യം ദ കാരവൻ എന്ന് പറയുന്ന മാഗസിനെതിരെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പട്ടാള ക്രൂരതയുടെ വാർത്ത പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഈ 24 മണിക്കൂറിനുള്ളിൽ ആ വാർത്ത പിൻവലിക്കണമെന്ന് ഭേദഗതി ചെയ്ത IT വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിരിക്കുന്നു. പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ പിടിയിലകപ്പെടുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കാരവനെ ആ ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ചത്. ആ വാർത്തയാണ് ഇപ്പോൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. കരിമണൽ ഖനനം സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത് AK ആന്റണിയാണ് എന്ന് മാത്യു കുഴൽനാടൻ ഇന്നലെ നടത്തിയ ആരോപണത്തിന്റെ മറുപടിയായി P രാജീവ് പറഞ്ഞതും പത്രം ആദ്യ പേജിൽ തന്നെ ക്യാരി ചെയ്യുന്നുണ്ട്. ഹിന്ദുവിലേക്ക് എത്തിയാൽ സെൻറ്റർ റൂൾസ് ഔട്ട് MSP ലോ ഇൻവൈറ്റ്സ് ഫാമേഴ്സ് ടു ടോക്ക്. കേന്ദ്രം മിനിമം താങ്ങുവില സംബന്ധിച്ചുള്ള നിയമനിർമ്മാണത്തിന്റെ സാധ്യതകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു, എന്നാൽ കർഷകരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നാണ് പത്രം ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി കർഷക മാർച്ച് ദ ഹിന്ദു കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ഡ്യൂറേഷൻ ക്ലോസ് ഇൻ ഡ്രാഫ്റ്റ് ഇന്ത്യ EFTA പാക്ട് മേ അഫക്റ്റ് ഡ്രഗ് ഇൻഡസ്ട്രി. യൂറോപ്പിലെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നമ്മളുടെ മരുന്ന് വ്യാപാരത്തെ വളരെ വലിയ രീതിയിൽ ദോഷമായി ബാധിക്കുമെന്നും പത്രം ആദ്യ പേജിൽ തന്നെ പറയുന്നു. ബർഗ്ലേഴ്സ് സ്റ്റീൽ നാഷണൽ ഫിലിം അവാർഡ്സ് ഫ്രം തമിഴ് ഡയറക്ടർ റിട്ടേൺ ദം വിത്ത് അപ്പോളജി എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്.